ഐസൻ ജോസ്, ഒരു വട്ടം കൂടി എക്കണോമിക്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് താങ്കളുടെ നാട്ടുകാരൻ്റെ സാമാന്യ ബോധം, സാമാന്യ യുക്തി എന്നൊന്നു വേണ്ടേ? രണ്ട്, ആരെയാണ് അദ്ദേഹം അധിക്ഷേപിക്കുന്നത്? നിങ്ങളെ വിജയിപ്പിച്ച വോട്ടർമാരടക്കമുള്ള സ്ത്രീ വിഭാഗത്തെ, ഒന്നും കിട്ടാതിരുന്ന, ഇപ്പോൾ ഈ നേരത്തെ ഗൗതം ചൂണ്ടിക്കാട്ടിയ പോലെ ഒന്നും കിട്ടാതിരുന്ന പഴയ ചില ഇടത് വിപ്ലവ സിംഹങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കടിച്ചു കീറാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ട് ഇട്ടു കൊടുത്തതല്ലേ ഒന്ന്. രണ്ട്, ഇത് ഏതെങ്കിലും രീതിയിൽ ന്യായീകരിക്കാനാവും. ഒരു പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ KSRTC പിന്നെ വമ്പൻ തകർച്ചയെ നേരിടുന്നു എന്നായിക്കോട്ടെ, നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിരുന്നോ? എന്ത് ഭാഷയാണ് ഈ തള്ളിക്കയറ്റം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്? ഈ തള്ളിക്കയറ്റം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന് നഷ്ടം വന്നു, എൻ്റെ പ്രസ്ഥാനം പൊളിഞ്ഞുപോയി, എൻ്റെ ഈ സ്ഥാപനം പൊളിഞ്ഞുപോയി. സാർ, താങ്കളുടെ വീട്ടിൽ നിന്നല്ലല്ലോ ഇത് കൊണ്ടുവരുന്നത്. അതല്ല, എന്തായാലും KSRTCക്ക് അതൊരു നഷ്ടം വന്നു. വലിയ നഷ്ടമാണ് KSRTC സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അത് വലിയൊരു വിഷയമായി തന്നെ KSRTC മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വരും. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം കൂടി എനിക്കിപ്പോൾ തോന്നിയത്, ഈ സംസാരിക്കുന്നതിനിടയിൽ തോന്നിയത്, 100 ദിവസത്തെ കർമ്മ പദ്ധതി എന്ന് പറയുന്ന ഒരു സംവിധാനം. 75 ദിവസം ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ 76 ദിവസം ആയിട്ടുള്ളൂ. ഈ കർമ്മ പദ്ധതിയിൽ ഇനിയും 2 ആഴ്ച 3 ആഴ്ചയോളം ബാക്കി കിടക്കുന്നുണ്ട്. ഈ കർമ്മ പദ്ധതികളിൽ ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളും വെട്ടിച്ചുരുക്കലും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ വനിതകൾക്ക് വേണ്ടിയുള്ള ഈ യാത്ര അത് വെട്ടിച്ചുരുക്കാൻ തന്നെയാണ് ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ഭാഗമായി അത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇത്ര വരുമാനത്തിന് താഴെയുള്ളവരാണെന്ന് വില്ലേജ് ഓഫീസർ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നിങ്ങൾ വെട്ടിച്ചുരുക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി തുടങ്ങിയ ഒരു പദ്ധതി പ്രായോഗികമല്ല എന്ന് തോന്നുന്നു. നിങ്ങൾ എന്തിനാണ് അപമാനിക്കുന്നത്? അതെ, അതാണ് ചോദ്യം. സ്ത്രീകളോട് സ്ത്രീകളെ ഇത്തരത്തിൽ അവരുടെ ഒരു ആത്മാഭിമാനത്തെ ചോദ്യം. MM മണി പറഞ്ഞതൊക്കെ മഹാവൃത്തികേടുകളായിരുന്നു. അതൊന്നും പറയാനേ പാടില്ല, ഇവിടെ നിന്ന് ആവർത്തിക്കാനൊന്നും പാടില്ല. പ്രത്യേകിച്ച് എന്നെ പോലെയൊക്കെ എൻ്റെ വീട്ടിൽ 4 സ്ത്രീകളാണ്, 4 പെണ്ണുങ്ങളുള്ള വീട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഒരിക്കലും ഞാൻ പറയാൻ പോലും പാടില്ല. അത്തരത്തിലൊരു മഹാമോശം പ്രസ്ഥാനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഇതിന് ചില ഭാരക്കുറവുണ്ട് എന്നല്ലാതെ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, സ്ത്രീകളെ തുല്യരായി കണക്കാക്കാത്ത ഒരു ബോധത്തിൽ നിന്നാണ് ഈ മറുപടി വന്നത് എന്നതൊരു സത്യം, അല്ലെങ്കിൽ ഈ പ്രസ്താവന വന്നത് എന്നതൊരു സത്യം തന്നെയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് 100 ദിവസത്തെ കർമ്മപരിപാടിയോടുകൂടി, ആ കർമ്മപരിപാടി അവസാനിക്കുന്നതോടുകൂടി ഈ യാത്ര വളരെയധികം ചുരുക്കി താഴ്ന്ന വരുമാനക്കാർക്ക് മാത്രമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സംവിധാനത്തിലേക്ക് ചുരുക്കാനുള്ളൊരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായൊരു ന്യായീകരണമാണോ നടന്നത് എന്ന് കൃത്യമായി അനൂപ് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതിങ്ങനെ വിവരമില്ലാതെ പറയുന്ന ആളല്ല CP ജോൺ എന്ന് പറയുമ്പോൾ, ഈ ഒരു ഉദ്ദേശം അതിനുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്.